ഓപ്പണിംഗ് ഡേക്ക് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മളൊരു പാരൻസ് ക്ലാസ് കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ മീറ്റിംഗിലേക്ക് പങ്കെടുത്ത എല്ലാ രക്ഷിതാക്കളെയും ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരാണെങ്കിൽ മീറ്റിംഗ് വിളിച്ചാൽ ആരും വരില്ല. കാരണം അത് ഗവൺമെന്റ് സ്കൂളല്ലേ, അതിനത്ര പ്രാധാന്യം ആൾക്കാർ കൊടുക്കാറുള്ളൂ. സ്കൂൾ തുടങ്ങുന്ന അന്ന് 330 കുട്ടികളുടെ രക്ഷിതാക്കൾ മീറ്റിങ്ങിന് വരുമെന്ന് പറഞ്ഞിട്ട് ഒരു 60-70 രക്ഷിതാക്കളാണ് സ്കൂളിലെത്തിയത്. എന്നാൽ ഇന്ന് ഇവിടെ നമ്മൾ മീറ്റിംഗ് വിളിച്ചപ്പോൾ പകുതിയിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു 3/4 ആളുകൾ ഇവിടെ എത്തി എന്നുള്ളത് തന്നെ ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. നമുക്കറിയാം, ജീവിതത്തിലെ മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു സൗഭാഗ്യം എന്ന് പറയുന്നത് മക്കളാണ്. പഠിക്കുകയാണ്. എന്താണ് ആന്നര വായിക്കുക, ARM വായിക്കേണ്ടത് ശരിക്കും ആം തന്നെയാണ്. കുട്ടിക്കുമ്പോ വായിച്ചത് ആവുന്നതാണ്. അപ്പൊ കുട്ടി ഇമ്മാക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് തിരിച്ചാണ്. ഇമ്മ അങ്ങനെയല്ല വായിക്കേണ്ടത്. സ്കൂള് കുട്ടികളുടെ പ്രത്യേകത നിങ്ങൾ എന്നുള്ള വാക്ക് ഉമ്മെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഉമ്മെന്ന് വായിക്കും. അത് കുട്ടികളുടെ പ്രത്യേകത. നമ്മളെന്ത് പറഞ്ഞാലും കേൾക്കാൻ ചെയ്യാറില്ല. ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഞാൻ ഇന്നലെ ഫസ്റ്റ് ഇയർ കുട്ടികൾ ആദ്യമായിട്ട് സ്കൂളിലേക്ക് വന്നു. ക്ലാസ് തുടങ്ങി ഒരു കുട്ടികളെ കൊണ്ടപ്പോൾ ടീച്ചർ ഇവിടെ ഓതിയ പോലെ അല്ലെങ്കിൽ കുട്ടികളെ കൂടെ ഒതിച്ച പോലെ ഫാത്തിഹ ഒതിച്ചു. ഫാത്തിഹ എല്ലാവരും എല്ലാ ദിവസവും 10-15 പ്രാവശ്യം ഒരിക്കൽ നിസ്കാരത്തിൽ ഓതുന്ന സാറാണ്. ഒരു കുട്ടി പെൺകുട്ടിയെ കൊണ്ട് ഓദിച്ചു, ഒരു ആൺകുട്ടിയെ കൊണ്ട് ഓദിച്ചു. ഞാൻ ചോദിച്ചു, ഇതിൽ ഏതാ ശരിയെടുത്തു? അപ്പൊ കുട്ടികൾ പറഞ്ഞു 10-80 ക്ലാസ് കുട്ടികളിരിക്കുന്ന ക്ലാസ്സാണ്. അപ്പൊ കുട്ടികൾ പറയുന്നതാണ് എല്ലാം ശരിയാണ് സാറേ. അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ നിൽക്കട്ടെ, ലാസ്റ്റുള്ള ഇങ്ങനെയാണ് ഓതേണ്ടത്, അങ്ങനെയാണ് ഓതിയത്. അപ്പൊ അടുത്തേക്ക് കുട്ടിയപ്പോ ഞങ്ങളെ മദ്രസ പഠിച്ചാൽ എങ്ങനെയാണ്, ഞങ്ങൾ അങ്ങനെ ഓതുള്ളൂ. ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല, ഉസ്താദുമാരെ ചീത്ത പറയാൻ വേണ്ടി പറയല്ല. ഞാൻ മദ്രസ പഠിച്ചത് എന്നാണ് പഠിച്ചത്. ലാന്നുള്ള അക്ഷരം അറബിയിലേ ഇല്ല. പക്ഷെ PG കഴിഞ്ഞ് ഗവൺമെന്റ് ജോലി കിട്ടിയിട്ട് ഞാനും എന്റെ ഭാര്യയുടെ കൂടെ ഈ കോഴ്സ് ചെയ്യാൻ വേണ്ടി ഒരു കമ്പനീസാണ് പോയിരുന്നത്. അപ്പൊ അവിടെ സൈഡ് ഫാർമിംഗ് ക്ലാസ് എടുത്തപ്പോഴാണ് ഈ അക്ഷരം എനിക്കും തിരിയുന്നത്. ഞാൻ PG കഴിഞ്ഞ് അറബിയിൽ PG കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് BEd കഴിഞ്ഞ് സ്കൂളിൽ കയറി അധ്യാപകനായി പഠിപ്പിക്കാൻ തുടങ്ങിയതിനു ശേഷം അപ്പോഴാണ് ഇത്രയും കാലം നമ്മൾ പഠിപ്പിച്ചിരുന്ന കാര്യം തെറ്റായിരുന്നു മനസ്സിലാക്കുന്നത്. ഞാൻ പറയുന്നത് എന്താ വെച്ചാല്, ചിലപ്പോ നിങ്ങൾ പഠിപ്പിക്കുന്ന പോലെ എന്താണ് പഠിപ്പിക്കാൻ നിന്നാൽ എന്ത് ചെയ്യും, കുട്ടികൾ തെറ്റായ ദിശയിലേക്ക് മാറും. അത് പറയാനാണ് ഞാൻ പറഞ്ഞത്. നേരെ മറിച്ച് ഇവിടെ എന്താണോ പഠിപ്പിക്കുന്നത്, ഇവിടെ കുട്ടിയൊക്കെ മാത്രമല്ല പഠിപ്പിക്കുന്നത്, ഉമ്മാരും പഠിപ്പിക്കും. എന്തിനാണെന്നറിയോ, നിങ്ങൾ ഈ ക്ലാസ് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ, അതായത് പറഞ്ഞാല് വേറൊരു സ്കൂളിലും പഠിപ്പിക്കുന്ന സാധനം സ്കൂളിൽ എന്താണ് കുട്ടികൾമാർക്കോ അപ്പാർക്കും പഠിപ്പിച്ചു കൊടുക്കില്ല. പഠിപ്പിച്ചു കൊടുക്കാതിരിക്കാനുള്ള കാരണം എന്താ, ഓരോ പണി പോകുന്ന വിചാരിച്ചാണ്. ഇത് നമ്മൾ തിരിച്ചാണ് ആലോചിക്കുന്നത്. നിങ്ങളും കൂടി ഇത് പഠിച്ചിട്ട് കുട്ടികൾക്ക് നല്ല രീതിയിൽ ഇത് എത്തിച്ചു കൊടുക്കണം. അത് പഠിക്കാത്ത സാധനം ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, പറഞ്ഞു കൊടുക്കരുത്. പറഞ്ഞു കൊടുത്താൽ നേരെ വിപരീത ഫലമാണ് ഇതുകൊണ്ട് ഉണ്ടാകുന്നത് പറയാൻ വേണ്ടിയാണ് പറഞ്ഞത്. അപ്പൊ ഈ കാര്യം സ്ഥിരവുണ്ട്. ഇനി അൽക്കുകള് 1-2 സത്തം തീർത്തിട്ട് നിൽക്കും. എന്റെ കുട്ടിക്ക് എന്റെ പേര് പറയപ്പെട്ട ഒരു കുട്ടി 2 ഹത്തം തീർത്തിരുന്നു. വേറെ ചെറിയ കുട്ടി 1 ഹത്തം തീർത്തു. 2ാമത്തെ ഹത്തം ഓതിയോട് പോയി വരാനില്ല. കാരണം എന്താ വെച്ചാൽ പിതാവ് കൂടാൻ പറ്റാത്തതുകൊണ്ട് എന്തോ ആവട്ടെ, സംഗതി എന്ത് ചെയ്യും, നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ കുറച്ച് ഇതിന് പറ്റിയ സിറ്റുവേഷൻ നമ്മളവിടെ ഉണ്ടാവാം. ഇത് അതേപോലെ മമ്മന്റെ ഓതൂല, കുട്ടി എന്താ കാണുന്നത്, മല കാണുന്നത്, അല്ലെങ്കിൽ ബാപ്പ ഓതല്ല ബാപ്പാന്റെ കാണുന്നത്. ബാപ്പ നിസ്കരിച്ചില്ലെങ്കിൽ കുട്ടി നിസ്കരിച്ചൂല. ഇത് വ്യത്യസ്തമായി വരുന്നത് വളരെ കുറഞ്ഞ ആൾക്കാരുണ്ടാവുള്ളൂ. അതായത് ബാപ്പ ഇപ്പോ കഴിഞ്ഞ ദിവസം ഒരു പറയാൻ പാടാത്ത നിങ്ങൾ പറയുന്നത് തെറ്റിന് പകരം എന്റെ കരുവാക്കി, അതാണ് എന്റെ മാനസിക പ്രശ്നത്തിൽ നിങ്ങൾ വരുന്നതെന്നാൽ ഒരിക്കലും മാറില്ല. അടുത്ത വർഷത്തോടു കൂടിയാണ്
لام شمسية مدغمة في الراء المفتوحة الراء. لام شمسية مدغمة في الراء المفتوحة لام شمسية مدغمة في الراء المفتوحة